അങ്ങനെ ഗൈസ് ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് റേസ് 3Dയിലാവട്ടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് ലോഡാവട്ടെ. ഓക്കെ, G-Wagon കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അഥവാ കോടിക്കണക്കുള്ള വിലയുള്ളൊരു കാറാണ്. ഓക്കെ, നമ്മളെന്തായാലും കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും അടിയിലൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ്, കുറേ ഗെയിമുകളാണ്. ഈ ഗെയിം നമുക്ക് എന്താ ആവശ്യം, നമുക്ക് ഇന്ത്യൻ ബൈക്ക് റേസ് 3D അപ്ഡേറ്റ് കയറ്റാം. ഓക്കെ, ഇന്ത്യൻ ബൈക്ക് റേസ് 3D അപ്ഡേറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗെയിമിൽ പുതിയതേ വന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ G-Wagon കാറാണ് ഗൈസ്. ഇതിൻ്റെ ചീറ്റ് കോഡ് നമ്മൾ എന്തായാലും ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ പുതിയതായി വന്ന് എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. അതിന് മുമ്പ് G-Wagonൻ്റെ കുറച്ച് സ്പെഷ്യലായ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. G-Wagon നമുക്ക് എന്തായാലും കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റും. പിന്നെ ഈ G-Wagon അടിപൊളിയായിട്ടൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അടിപൊളിയായിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മുടെ ഒരു സാധാ വണ്ടി പോലെയൊക്കെ തന്നെ. പക്ഷേ ഗെയിമിൽ ഇത് സാധാ വണ്ടി, പക്ഷേ വെളിയിലൊക്കെ ഇത് കോടിക്കണക്കിന് വിലയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ G-Wagon. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എനിക്കെന്തോ ബാക്ക് സൈഡ് ബൊളോറോ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാണ്ടാവണോ എന്നൊരു ഡൗട്ട്. പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഒറിജിനലായി കണ്ട വേറെ ലെവലായിരിക്കും. കുഴപ്പമില്ല. അപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മുടെ ഒരു റാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും നമ്മളെന്തായാലും ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ഓക്കെ, ഈ സാധനം നമ്മളെന്തായാലും ഇനി R5 എന്ന് അടിച്ചു കഴിഞ്ഞാൽ പുതിയ റാമ്പ് വന്നിട്ട് കണ്ട വല്ല കുതിരാനിട്ട് ടണൽ പോലെയൊക്കെ ഇല്ല, ആ ഒരു ടണൽ പോലെയൊക്കെയുള്ളൊരു സാധനം വന്നിരിക്കുന്നത്. R5 എന്ന് അടിച്ച RJ2 നമുക്കെന്തായാലും ഇതിന് മേലെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഗീസ്. ഓക്കെ, ഈ സാധനം നമ്മളെന്തായാലും നമ്മുടെ ഈ ജെറ്റ് പാക്കൊക്കെ സ്പോൺ ചെയ്തു. മേലെ കുഴപ്പമില്ല കേസ്. ഒരു ടണൽ പോലെയൊക്കെ ഒരു ടണലും കാര്യങ്ങളൊക്കെ ഇതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല കേസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇതൊക്കെ RJ2 കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ നോക്കാം. അല്ലോ, തലടിച്ച് വീണിട്ടുണ്ട് മച്ചമ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ S1 അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് റോഡ് വരും, S2 അടിച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ പോണ റോഡ് അതിനൊക്കെ വരും ഗൈസ്. അപ്പോൾ RJ2 അടിച്ചിട്ട് നമുക്ക് എന്തായാലും S1 അടിക്കാം കേട്ടോ. S1 അടിച്ചിട്ടുണ്ട്. ടിക്കിടാം. ഓക്കെ, ടിക്കറ്റ് ഗൈസ്. കണ്ട ഒരു റോഡ് പോലെ കണ്ട നമ്മളതിനെ നീക്കണ്ടിട്ട് റോഡിനെയൊക്കെ കണ്ട റോഡ് പോലെ കണ്ട ഒരു സംഭവം. അങ്ങനെ S8 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല 2 വരെയാ. അങ്ങനെ അങ്ങനത്തെ കുറേ റോഡുകളും കുറച്ച് ബ്ലോക്കുകൾ ഇതൊക്കെയാണ് ഗൈസ് പുതിയതായി വന്നത്. അങ്ങനെ നമ്മൾ ഇനി അടുത്തതേ അടിക്കാൻ പോകുന്നത് S2 അടിക്കാം കേട്ടോ. ഓക്കെ, S2 അറിയാണ്ട് ബാക്കായി പോയി. S2 ഒന്ന് അടിക്കാം. ഓക്കെ, സാധനം നമ്മുടെ മച്ചു S2 അടിച്ചിട്ട് ടിക്കടാം. കണ്ട ഗൈസ്, റൈറ്റ് സൈഡിൽ പോണ റോഡ് പോലെയൊക്കെ ഉണ്ട് ഇത്. എനിക്കിത് കാണുമ്പോൾ ചെറിയ തലയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ചെറിയൊരു ഇതാണ്ട് ഇതൊക്കെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാനാ. ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, S12 ഉണ്ടോ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കാം. S12 ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് S8 വരെ ഉള്ളൂ തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും S8 അടിച്ച് നോക്കാം. S8 അടിക്കാം. ഓക്കെ, S8 അടിച്ചിട്ടുണ്ട്. S10 അടിച്ച് S10 ഇല്ല. അപ്പോൾ S8 വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതേ അപ്ഡേറ്റിൽ കയറി വന്നത്. ഒരു G-Wagon കാർ, ഒരു റാമ്പ്, ഒരു ടണൽ പോലത്തെ ഒരു സംഭവം, പിന്നെ കുറച്ച് റോഡുകൾ, ബ്ലോക്സ്, ഇതൊക്കെയാണ് ഈ പുതിയതേ അപ്ഡേറ്റ് വരാൻ പോണ്. ഇനി ഫൈനലി നമ്മൾ എന്തായാലും G-Wagonൻ്റെ ചീറ്റ് കോഡ് കാര്യങ്ങളൊക്കെ പറയാൻ പോണ്. G-Wagonൻ്റെ ചീറ്റ് കോഡ് 666 അഥവാ 4 6 അടിച്ചാൽ മതി ഗൈസ്. ഓക്കെ, 4 6 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ G-Wagon കാര്യങ്ങളൊക്കെ വരും ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചീറ്റ് കോഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുതിയ അപ്ഡേറ്റുള്ള സ്റ്റോറി വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും ഉണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.